മാജിക് സ്പോക്കൺ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഭാഷാ ലോകത്തിലേക്കുള്ള മലയാള നാടിൻ്റെ വാതായനം. www.magicspokenenglish.com, a complete spoken English program in Malayalam. Hi dear friends, welcome to yet another class of Magic Spoken English. Magic Spoken Englishന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സുഹൃത്ത് ജോണിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. Today I am going to talk to you about my friend John. സമീപകാലത്തായി അദ്ദേഹം ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Currently he is looking for a job. കുറച്ചു മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ, when he spoke to me some time back, he mentioned to me a few things. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചു. നാളെ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം നാളെ ഒരു ഇന്റർവ്യൂവിന് പോകും. നാളെ 10 മണിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ടൗണിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കും. അതിനുശേഷം ബുക്ക് സ്റ്റാളിൽ ചെന്ന് ഒരു പുസ്തകം വാങ്ങും. അപ്പോൾ നാളെ അദ്ദേഹം ചെയ്യും എന്നുള്ള ഈ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അതായത് how to say the things in future format in English. ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ ഫോർമാറ്റിൽ എങ്ങനെ കാര്യങ്ങൾ പറയാം. ഞാൻ ടൗണിൽ പോകും, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഞാൻ ഒരു പുസ്തകം വാങ്ങും, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും, ചെയ്യും, പോകും, വരും, വാങ്ങും എന്നിങ്ങനെയുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അതാണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് കാണാം. ലെറ്റ്സ് സീ ദാറ്റ്. ഫ്യൂച്ചർ, ഭാവി കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഹൗ ടു സേ ദ ഫ്യൂച്ചർ തിങ്സ് ഇൻ ഇംഗ്ലീഷ്. ഉദാഹരണത്തിന്, ഞാൻ ക്രിക്കറ്റ് കളിക്കും. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ വരും? നമുക്കറിയാം, കളിക്കുക എന്നുള്ള പദം പ്ലേ, ഇതിന് കളിച്ചു എന്നർത്ഥമില്ല, കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമില്ല, കളിച്ചിരുന്നു എന്നർത്ഥമില്ല, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥമില്ല, കളിക്കും എന്നൊന്നും അർത്ഥമില്ല. ഇത് ബേസ് ഫോമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബേസ് ഫോമാണ്, ആദ്യ രൂപമാണ്. പ്ലേ, കളിക്കുക എന്ന് മാത്രമാണ് അർത്ഥം. ഇത് ഞാൻ ക്രിക്കറ്റ് കളിക്കും എന്നുള്ള ഫ്യൂച്ചർ ഭാവി രൂപത്തിലേക്ക് എങ്ങനെ മാറും? ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോൺ ടു സീ. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഉള്ള ധ്വനി കൊടുക്കാൻ ഉപയോഗിക്കുന്ന ആക്സിലറി വെർബാണ് വിൽ. കളിക്കുക എന്നർത്ഥമുള്ള പ്ലേ എന്ന പദം ഞാൻ ക്രിക്കറ്റ് കളിക്കുമെന്നാകുന്നത് കളിക്കുക എന്നർത്ഥമുള്ള പ്ലേ എന്ന മൂലപദത്തിൻ്റെ കൂടെ വിൽ ചേരുമ്പോഴാണ്. ഐ വിൽ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കും. ബേസ് ഫോമിൻ്റെ കൂടെ വിൽ അതേപോലെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കും എന്നുള്ളത് വന്നു. വളരെ സിമ്പിളാണ് ഈ ഫോർമാറ്റ്, ഈ ടെൻസ് വളരെ സിമ്പിളാണ്. ഐ വിൽ പ്ലേ ക്രിക്കറ്റ്. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. വിൽ ഭാവി കാലത്തിൻ്റെ, അതായത് ചെയ്യുമെന്നുള്ള ധ്വനി കൊടുക്കുന്ന ആക്സിലറി വെർബാണ് വിൽ. ഐ വിൽ ഗിവ് യു ₹100, ഞാൻ നിനക്ക് 100 രൂപ തരും. ഗിവ് നൽകുക, കൊടുക്കുക. ബേസ് ഫോമാണ്, ആദ്യ രൂപമാണ്. നൽകുക എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അതിൻ്റെ കൂടെ വിൽ ചേരുമ്പോൾ വിൽ ഗിവ്, നൽകും. ഐ വിൽ ഗിവ് യു ₹100, ഞാൻ നിനക്ക് 100 രൂപ നൽകും. ഹി വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുഡേ. ഫിനിഷ്, പൂർത്തിയാക്കുക. ഹി വിൽ ഫിനിഷ് ഹിസ് വർക്ക് ടുഡേ, അവൻ ഇന്ന് അവൻ്റെ ജോലി പൂർത്തിയാക്കും. ഫിനിഷ് എന്ന് പറയുന്ന മൂലപദത്തിൻ്റെ കൂടെ വില്ല് ചേരുന്നു. അപ്പോൾ അവൻ ഫിനിഷ് ചെയ്യും, അവൻ പൂർത്തിയാക്കും എന്നുള്ള അർത്ഥം വരുന്നു. മൈ ബ്രദർ വിൽ ഗോ ടു ദുബായ് ടുമോറോ. എൻ്റെ സഹോദരൻ നാളെ ദുബായിലേക്ക് പോകും. ഗോ, പോവുക. വിൽ ഗോ, പോവും. യു വിൽ ഗെറ്റ് എ ഗുഡ് ജോബ്. ഗെറ്റ്, ലഭിക്കുക, കിട്ടുക. യു വിൽ ഗെറ്റ് എ ഗുഡ് ജോബ്, നിനക്ക് നല്ല ജോലി കിട്ടും. മൈ അങ്കിൾ വിൽ കം ഫ്രം മുംബൈ ദിസ് വീക്ക്. എൻ്റെ അങ്കിൾ ഈ ആഴ്ച മുംബൈയിൽ നിന്ന് വരും. കം, വരിക. വിൽ കം, വരും. മൈ അങ്കിൾ വിൽ കം ഫ്രം മുംബൈ ദിസ് വീക്ക്. I will go to Delhi tomorrow. ഞാൻ നാളെ ഡൽഹിയിലേക്ക് പോകും. രമേഷ് is a smart boy. He will pass the exam. രമേഷ് മിടുക്കനായ കുട്ടിയാണ്, അവൻ പരീക്ഷ പാസ്സാകും. will pass. ഷീല will sing a beautiful song now. ഷീല ഇപ്പോൾ ഒരു മനോഹരമായ ഗാനം പാടും. will sing, പാടും. What will happen tomorrow? നാളെ എന്ത് സംഭവിക്കും? Indian team will win the match. ഇന്ത്യൻ ടീം മാച്ച് വിജയിക്കും, മത്സരം വിജയിക്കും. will win, വിജയിക്കും. Who will drive the car? കാർ ആര് ഡ്രൈവ് ചെയ്യും? I have an interview tomorrow, so I will wake up early tomorrow. I have an interview tomorrow. നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. സോ അതുകൊണ്ട് I will wake up early tomorrow. നാളെ ഞാൻ നേരത്തെ എഴുന്നേൽക്കും. will wake up, ഉറക്കം എഴുന്നേൽക്കും. We will get our salary this week. ഈ ആഴ്ച നമുക്ക് നമ്മുടെ സാലറി കിട്ടും. We will get, നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും. will get. My mother will make roti for dinner. എൻ്റെ അമ്മ രാത്രി ഭക്ഷണത്തിന് വേണ്ടി റൊട്ടി ഉണ്ടാക്കും. will make. Please wait here.
ഐ വിൽ ചേഞ്ച് മൈ ക്ലോത്ത്സ് ഇൻ 5 minutes. ദയവായി ഇവിടെ കാത്തു നിൽക്കൂ, ഞാൻ എൻ്റെ വസ്ത്രം 5 മിനിറ്റിനുള്ളിൽ മാറും. ഡോണ്ട് റൺ വെരി ഫാസ്റ്റ്, യു വിൽ ഫാൾ ഡൗൺ. വളരെ വേഗം ഓടരുത്, നീ താഴെ വീഴും. യു വിൽ ഫാൾ ഡൗൺ. ഇനി വീണ്ടും ജോണിൻ്റെ ഉദാഹരണത്തിലേക്ക്. അഗെയിൻ ടു ജോൺസ് എക്സാമ്പിൾ. നമ്മൾ ഈ ഭാവികാല രൂപം, ഈ ഫ്യൂച്ചർ ഫോം, ഈ ഫ്യൂച്ചർ ടെൻസ് ജോണിൻ്റെ സംഭവത്തിലൂടെ വീണ്ടും പറയുന്നു. അത് ജോൺ ആണ്. അവൻ ഒരു മിടുക്കനായ കുട്ടിയാണ്. നാളെ രാവിലെ അവൻ 7 മണിക്ക് എഴുന്നേൽക്കും. അവൻ ഒരു കടയിലേക്ക് പോകും. അവൻ ഒരു കുപ്പായം വാങ്ങും. കുപ്പായം ചുവപ്പ് ആയിരിക്കും. അവൻ 300 rupees കടക്കാരന് കൊടുക്കും. It is John. He is a smart boy. Tomorrow he will wake up at 7 o'clock in the morning. He will go to a shop. He will buy a shirt. The shirt will be red. He will pay rupees 300 to the shopkeeper. It is John. അത് ജോൺ ആണ്. He is a smart boy. അവൻ മിടുക്കനായ ഒരു കുട്ടിയാണ്. Tomorrow he will wake up at 7 o'clock in the morning. നാളെ അവൻ രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കും. He will wake up. He will go to a shop. അവൻ ഒരു കടയിലേക്ക് പോകും. Will go. He will buy a shirt. Buy വാങ്ങുക. Will buy വാങ്ങും. He will buy a shirt. The shirt will be red. കുപ്പായം ചുവപ്പായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, will be എന്ന് വെച്ചാൽ ആയിരിക്കും. ഈസ് ആകുന്നു, വാസ് ആയിരുന്നു എന്നതിൻ്റെ മൂലരൂപമാണ് ബി, ആകുക. അപ്പോൾ വിൽ ബി ആകും, ആയിരിക്കും. ഹി വിൽ ബി എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടർ ആകും. ഷീല വിൽ ബി എ സിംഗർ. ഷീല ഒരു സിംഗർ, പാട്ടുകാരി ആയിരിക്കും എന്ന് പറയുന്നത് പോലെ വിൽ ബി ആകും ആണ്. ദ ഷർട്ട് വിൽ ബി റെഡ്. അപ്പോൾ വിൽ ബി ആകും, ആയിരിക്കുമെന്നാണ്, ഭാവിയിൽ ആകുമെന്നാണ്. ഹി വിൽ പേ rupees 300 to the shopkeeper. അവൻ 300 rupees കടക്കാരന് കൊടുക്കും. വിൽ പേ. It is John. He's a smart boy. Tomorrow he will wake up at 7 o'clock in the morning. He will go to a shop. He will buy a shirt. The shirt will be red. He will pay rupees 300 to the shopkeeper. ഇനി ഈ സാധാരണ ഭാവി കാലരൂപത്തിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം? How to ask questions in the future format. Simple future. സിമ്പിൾ ഫ്യൂച്ചർ ഇല്ല ഈ ഫോർമാറ്റിൽ. ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം നമുക്ക് കാണാം. Let us see. He will go to Dubai tomorrow. അവൻ നാളെ ദുബായിലേക്ക് പോകും. ഇനി ഇതിൻ്റെ ചോദ്യമായി അവൻ നാളെ ദുബായിലേക്ക് പോകുമോ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ധ്വനി കൊടുക്കുന്ന ആക്സിലറി വെർബ് സബ്ജക്റ്റിന് മുമ്പിൽ കൊണ്ടുവരിക. വിൽ എന്ന സഹായക ക്രിയ സബ്ജക്റ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ചോദ്യമായി. വിൽ ഹി ഗോ ടു ദുബായ് ടുമോറോ. വിൽ സബ്ജക്റ്റിന് മുമ്പിൽ വരുന്നു, ക്വസ്റ്റ്യൻ ആവുന്നു. വിൽ ഹി ഗോ ടു ദുബായ് ടുമോറോ. അവൻ നാളെ ദുബായിലേക്ക് പോകുമോ? അപ്പോൾ ആക്സിലറി ബായ വില്ല് സബ്ജക്റ്റിന് മുമ്പിൽ വന്നാൽ ഭാവി കാലത്തിലുള്ള ചോദ്യമായി. നമ്മളിപ്പോൾ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ കാണാൻ പോവുകയാണ്. Now we are going to see few more examples. I will get good marks in exam. പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്ക്